പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഈ കേസിൽ എല്ലാ പ്രതികളെയും ശിക്ഷിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. കോടതി അത് അപ്രീഷിയേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു നീതി നടപ്പിലാക്കപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പോരെ, എല്ലാ പ്രതികൾക്കും ശിക്ഷ ലഭിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. ഡയറക്റ്റ് തെളിവുകളുണ്ട്, ഇൻഡയറക്റ്റ് തെളിവുകളുണ്ട്, ധാരാളം തെളിവ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന AA8-നെതിരെയും ധാരാളം തെളിവുകൾ ഹാജരാക്കപ്പെട്ടിട്ടുണ്ട്. പോരെ, അപ്പൊ എനിക്കൊരു ഓൾ ദ ബെസ്റ്റ് പറയും. എല്ലാവരും സംസാരിച്ചിരുന്നു. ശിക്ഷ എന്ന് പറയില്ല, കുറ്റക്കാരാണോന്നേ പറയൂ എന്നുണ്ടാവില്ല. സംസാരിച്ചു. അല്ല, അത് ഞങ്ങൾ കൊടുക്കുന്ന ആത്മവിശ്വാസമല്ലേ അവർക്ക്. അവർ കോടതിയിൽ ഉണ്ടായിട്ടില്ലല്ലോ, അവർ ടെൻഷനിലല്ലേ. അവർ അത്രയും ജീവിത ദുരിതം അനുഭവിച്ച ഒരു സ്ത്രീ ഉണ്ടാവോ? ഇല്ല. അപ്പം അവരതിൻ്റെ അത്രയും ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ. അവർ അത് ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇപ്പോൾ നമ്മളിതൊക്കെ പറയുകയും പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഈ വാർത്ത ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് ആ നശിച്ച രാത്രിയുടെ ഓർമ്മ, സ്വാഭാവികമായി അവർക്കുണ്ടാകുന്ന പ്രയാസം, ടെൻഷൻ, ട്രോമ, അവർ അങ്ങനെയായിരിക്കും. അങ്ങനെയാണ് അവർ ഇന്നത്തെ അവസ്ഥ. അപ്പം അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണം. പരാതിക്കാരിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനി കോടതി മുറിയിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് TB മിനി. 10 പ്രതികൾക്കും ശിക്ഷ വാങ്ങി നൽകാൻ പറ്റുന്ന തരത്തിലുള്ള തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസമാണ് പരാതിക്കാരിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചത്. മാത്രമല്ല, ഇതിൽ നിങ്ങൾ സൂചിപ്പിക്കുന്ന 8ാം പ്രതി ദിലീപിനെതിരെയും ഡയറക്റ്റ് ആയിട്ടുള്ളതും ഇൻഡയറക്റ്റ് ആയിട്ടുമുള്ള തെളിവുകൾ ഉണ്ട്. അതുകൊണ്ട് 10 പ്രതികളും ഈ കേസിൽ ശിക്ഷിക്കപ്പെടും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആ ആത്മവിശ്വാസത്തിലാണ് ഇന്ന് വിധി കേൾക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് TB മിനി. പരാതിക്കാരിയുടെ അഭിഭാഷക അതിജീവിതയുമായി സംസാരിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ സംസാരിച്ചിരുന്നു. ഞങ്ങൾ നൽകുന്ന ആത്മവിശ്വാസമാണല്ലോ അവർക്ക്, ഞങ്ങളാണല്ലോ അവർ കോടതിയിൽ എത്തിയതല്ലോ, ഞങ്ങളാണല്ലോ ഈ കേസിലെ കാര്യങ്ങളൊക്കെ നടത്തിയത്. ആ ആത്മവിശ്വാസം ഞങ്ങൾ അതിജീവിതയ്ക്ക് പകർന്നു നൽകിയിട്ടുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് TB മിനി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. മാധ്യമപ്രവർത്തകരോട് ഒരു ഓൾ ദ ബെസ്റ്റ് എനിക്ക് നൽകൂ എന്നുകൂടി അവർ ഈ സമയത്ത് പറഞ്ഞു. ഏതായാലും അഭിഭാഷകർ എത്തിയിരിക്കുന്നു. 11 മണിക്കാണ് കോടതിയിൽ നിന്ന് ഈ വിധിന്യായം ഉണ്ടാകാൻ പോകുന്നത്. 11 മണിക്കാണ് കോടതി ചേരാൻ പോകുന്നത്. ശിക്ഷാവിധി കുറ്റക്കാരാണോ അല്ലയോ എന്നതായിരിക്കും ഇന്നത്തെ കാര്യത്തിൽ കോടതി പറയാൻ പോകുന്നത്. അഥവാ കുറ്റക്കാരാണെങ്കിൽ അവർക്കുള്ള ശിക്ഷ എന്താണെന്ന കാര്യമൊക്കെ പിന്നീടായിരിക്കും കോടതി പറയുക. ഇത്രയും വിവരങ്ങൾ ഇപ്പോൾ അഡ്വക്കേറ്റ് TB മിനി പറഞ്ഞിട്ടുണ്ട്. വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോഴുണ്ട് കോടതി പരിസരത്ത്. വിപിൻ, അഡ്വക്കേറ്റ് TB മിനി പരാതിക്കാരിയുടെ അഭിഭാഷക ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് 10 പ്രതികളെയും ശിക്ഷിക്കും എന്ന പ്രതീക്ഷയാണുള്ളത്. അതിനുവേണ്ടിയുള്ള ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടുള്ള തെളിവുകൾ കോടതി സമക്ഷം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ന് കോടതിയിലേക്ക് എത്തിയത് എന്നാണ്. ദിലീപ് ഇപ്പോഴുള്ളത്, ഈ കേസിൽ 8ാം പ്രതി നടൻ ദിലീപ് ഇപ്പോഴുള്ളത് അഭിഭാഷകന്റെ ഓഫീസിലാണ്. എന്തൊക്കെയാണ് വിപിൻ കോടതി പരിസരത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? 11 മണിക്കാണല്ലോ കോടതി ചേരുക. രാജ്യം ഒന്നാകെ ഉറ്റുനോക്കുന്ന, കേരളം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വിധിയാണ്. ഇതിൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുന്ന ഒരു വിധിന്യായം വരുമോ എന്ന ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പ് കേരളത്തെ സംബന്ധിച്ചുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൽ 8ാം പ്രതി ജനപ്രിയ താരമായിരുന്ന ദിലീപാണ്. ദിലീപിന് 85 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു കേസാണ്. നിരവധി തവണ ഇതിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യമുണ്ട്. ധാരാളം ഹർജികൾ നൽകുകയും ഈ ഹർജികൾ നൽകിയ നടപടിയൊക്കെ ഈ കേസിന്റെ വിചാരണ നീട്ടിവെക്കാനാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ദിലീപിനെതിരെ ഉയർന്ന കേസാണ്. 261 സാക്ഷികളെ വിസ്തരിച്ച കേസാണ്. എന്താണ് ഇപ്പോൾ കോടതി പരിസരത്ത് നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ വിപിൻ? GK പരാതിക്കാരിയുടെ അഡ്വക്കേറ്റ് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ പൾസർ സുനിയുടെ അഡ്വക്കേറ്റ് പ്രതീഷ് കുറുപ്പ് ഇപ്പോൾ കോടതിയിലേക്ക് കയറിപ്പോയി. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ദിലീപ് ഇവിടേക്ക് എത്തിവരും. കോടതി പരിസരത്ത് ആകെ തന്നെ മാധ്യമപ്പട എത്തിയിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അഡ്വക്കേറ്റ്മാരെത്തി. ഇനി ഈ പ്രതികളെ, ഈ 10 പ്രതികളെയും ഇന്ന് ഹാജരാക്കണമെന്നുള്ളത് പ്രത്യേകം പറഞ്ഞതാണ്. കനത്ത സുരക്ഷയാണ് പോലീസ് ഈ പ്രദേശങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു നിയന്ത്രണങ്ങളും ഈ മേഖലയിലുണ്ട്. അതായത് ഈ കോടതിയുടെ ആ മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോകരുത് എന്നുള്ള വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തേക്ക്
ഇപ്പോൾ രണ്ട് വശങ്ങളിലായി മാറ്റി നിർത്തിയിരിക്കുകയാണ് കോടതിക്ക് മുൻപിൽ. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഈ രാംപിള്ള അസോസിയേറ്റ്സിൽ നിന്ന് ദിലീപ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. GK സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മലയാള സിനിമയിൽ എന്നല്ല സാമൂഹികമായി ഈ കേസുണ്ടാക്കിയ മാറ്റങ്ങൾ, അതിന്റെ ചലനങ്ങൾ അത് വളരെ വലുതാണ്. ഈ ഒരു 7.5 വർഷം ഇതിന്റെ വിചാരണ കാലയളവ് നടക്കുന്നൊക്കെ തന്നെ കേരളം മുഴുവനായും ഉറ്റുനോക്കി എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇതിലെ ഓരോ കാര്യങ്ങളും അത്രത്തോളം മലയാളികൾ ഏറ്റെടുത്ത ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത്. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ നമുക്ക് സമാനതകളില്ലാത്ത ഒരു കേസ്, ഇത്രയേറെ കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കേസ് മലയാള സിനിമയെ തന്നെ നെടുകെ പിളർത്തി അത് രണ്ടാക്കി മാറ്റി എന്നുള്ളതാണ് ഈ കേസിലെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.